ഹായ്, ഞാൻ അദീബ്. റെഡ്മിയുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് കില്ലറായ റെഡ്മി K20 പ്രോയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. കോൽകോം സ്നാപ്ഡ്രാഗൺ 8055 പ്രോസറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കോൽകോമിന്റെ അഡ്രീനോ 640 GPU ആണ് ഇതിൽ വരുന്നത്. ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.39 ഇഞ്ച് ഫുൾ HD AMOLED പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാമറ നോച്ചും കാര്യങ്ങളൊന്നും ഇല്ലാതെ വരുന്ന ഒരു ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ റെഡ്മി ഒരു 7th ജനറേഷൻ ഇൻസ്ക്രീൻ ഫിംഗർപ്രിന്റ് സെൻസറും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 20 മെഗാ പിക്സലിന്റെ പോപ്പ് സെൽഫി ക്യാമറയാണ് ഇതിൽ വരുന്നത്. ഇത് ഉപയോഗിച്ച് 1080p 720p വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ബാക്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് റെഡ്മി നൽകിയിരിക്കുന്നത്. ഒരു 8 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറയും 48 മെഗാ പിക്സലിന്റെ സോണി IMX586 സെൻസറും ഒരു 13 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അൾട്രാ HD 4K 1080p വീഡിയോസ് 30-60 fps ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 1080p 720p സ്ലോ മോഷൻ വീഡിയോസ് 960 fps ഷൂട്ട് ചെയ്യാൻ സാധിക്കും. റെഡ്മി ഒരു 4000 mAh ഹൈ കപ്പാസിറ്റി ബാറ്ററിയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ കോൽകോമിന്റെ ക്വിക്ക് ചാർജ് 4 സപ്പോർട്ടും ഉണ്ട്. പിന്നെ ഇതിലൊരു സ്റ്റീരിയോ സ്പീക്കർ ഇല്ല എന്നത് ഒരു പോരായ്മയാണ്. എങ്കിലും ഒരു മികച്ച ഔട്ട്പുട്ട് തരുന്ന സ്പീക്കർ തന്നെയാണ് റെഡ്മി K20 പ്രോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഡുവൽ സിം കാർഡ് സ്ലോട്ടാണ് വരുന്നത്. SD കാർഡ് സപ്പോർട്ട് റെഡ്മി ഇതിൽ നൽകിയിട്ടില്ല എന്നതൊരു പോരായ്മയാണ്. ആ പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റെഡ്മി ഇതിന്റെ ബേസ് വേരിയന്റ് തന്നെ 128 GB ആയിട്ട് നൽകിയിട്ടുള്ളത്. കാർബൺ ബ്ലാക്ക്, ബ്ലൂ, ഫ്ലെയിം റെഡ് എന്നീ 3 കളറുകളാണ് ഇത് വരുന്നത്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 6GB 128 GB വേരിയന്റിന് 27,999 രൂപയും 8GB 256 GB വേരിയന്റിന് 30,999 രൂപയുമാണ് വരുന്നത്.